നമസ്കാരം. പ്രധാന വാർത്തകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസ് എം.ആർ. അജിത് കുമാറിന് ആശ്വാസം. തുടരന്വേഷണമില്ല. ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പരാതിക്കാർ മുൻകൂർ അനുമതി തേടണം. ശേഷം വീണ്ടും പരാതി നൽകാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളിൽ സർക്കാർ നൽകിയ ഹർജിയിൽ വാദം കേട്ട കോടതി മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളും നീക്കിയിട്ടുണ്ട്. ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗിൽ ഇളവ് വരുത്തി ഹൈക്കോടതി. സ്പോട്ട് ബുക്കിംഗ് എത്ര പേർക്ക് നൽകണമെന്നത് സാഹചര്യം പരിഗണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയിലെ പോലീസ് ചീഫ് കോർഡിനേറ്റർമാർക്കും തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്പോട്ട് ബുക്കിംഗ് എത്ര വേണം എന്നത് ഓരോ സമയത്തെയും തിരക്ക് നോക്കി തീരുമാനമെടുക്കാമെന്നാണ് കോടതി നിർദ്ദേശം. സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവിലാണ് സാഹചര്യമനുസരിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും സന്നിധാനത്തെ ചുമതലയുള്ള ADGPക്കും ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ദേവസ്വം ബോർഡിന്റേത് സ്വതന്ത്ര തീരുമാനമാണ്. അത് സർക്കാർ അറിയണമെന്നില്ല. ഇത് സംബന്ധിച്ച ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വൈഷ്ണവ് സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടെന്ന ആക്ഷേപം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടെന്ന ആക്ഷേപം. വൈഷ്ണവ് രേഖപ്പെടുത്തിയ TC നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാർ. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. CPIM പ്രാദേശിക നേതാവ് ധനേഷ് കുമാറിന്റെ പരാതിയിലാണ് മേയറുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടത്. TC നമ്പറിൽ വൈഷ്ണവ് താമസിക്കുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ധനേഷ് നഗരസഭയിൽ പരാതി നൽകിയത്. ഇതിൽ മേയറുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ളതാണ് ഉയർന്നുവരുന്ന ആരോപണം. മേയറുടെ ഓഫീസിലെ പരാതി പരിഹാര സെല്ലിലെ സ്റ്റാഫുകൾ നേരിട്ട് സുധാഭവനം എന്ന് പറയുന്ന ആ വീട്ടിലെത്തി അന്വേഷണം നടത്തി അവരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചുവെന്നാണ് വിവരം. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. മേയറുടെ ഓഫീസ് ഇതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉയർന്നുവരുന്ന ആരോപണം. പങ്കാളിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ യുവമോർച്ച നേതാവ് കസ്റ്റഡിയിൽ. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമേശ്വരനാണ് കസ്റ്റഡിയിലുള്ളത്. മൊബൈൽ ചാർജർ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. ദേഹം മുഴുവൻ മർദ്ദനമേറ്റ പാടുകളുമായി യുവതി മരട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അതിക്രൂരമായ രീതിയിലാണ് പെൺകുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ല. VK ശ്രീകണ്ഠൻ MPയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല, സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും UDF MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടി ചർച്ചകളിൽ പങ്കെടുക്കാറില്ല. UDF സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ലെന്നും VK ശ്രീകണ്ഠൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മലയാളി ദമ്പതികളുടെ പിഞ്ചുകുഞ്ഞു മരിച്ചു. കുവൈറ്റിലെ പ്രവാസി മലയാളി ദമ്പതികളായ കൊയിലാണ്ടി സ്വദേശി ജവാദിന്റെയും ജംഷിന്റെയും മകൻ എസ്രാൻ ജവാദാണ് മരിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങിയതിനെ തുടർന്ന് 2 ദിവസമായി കുവൈറ്റിലെ അദാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊയിലാണ്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റുമായ VP ഇബ്രാഹിംകുട്ടിയുടെ മകന്റെ മകനാണ് എസ്രാൻ ജവാദ്. മയ്യത്ത് കുവൈറ്റിൽ ഖബറടക്കും. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് മാവേലിക്കരയിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ ആലപ്പുഴ ജില്ലയിലെ 2 ക്ലർക്കന്മാർ കുടുങ്ങി. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾ കണ്ടെത്താനായി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ ആലപ്പുഴ ജില്ലയിലെ 2 ക്ലർക്കന്മാർ കുടുങ്ങി. ആലപ്പുഴ കുട്ടനാട് DE ഓഫീസുകളിലെ ക്ലർക്കന്മാരാണ് കുടുങ്ങിയത്. ഇരുവരും എയ്ഡഡ് നിയമനവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതായാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് തകർന്നു, പൈലറ്റിന് വീരമൃത്യു. ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസത്തിനിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണു. അൽ മക്തൂം വിമാനത്താവളത്തിനടുത്താണ് അപകടമുണ്ടായത്. ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം. പൈലറ്റ് വീരമൃത്യു വരിച്ചു. ദുബായ് സമയം ഉച്ചയ്ക്ക് 2:10 അപകടം സംഭവിച്ചത്. കാണികൾക്ക് മുന്നിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെയായിരുന്നു അപകടം. മുകളിലേക്ക് ഉയർന്ന് പറന്ന് കരണം മറിഞ്ഞ വിമാനം നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ദുബായ് എയർ ഷോ താൽക്കാലികമായി നിർത്തിവെച്ചു. അപകടം സ്ഥിരീകരിച്ച ഇന്ത്യൻ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ പൊട്ടിക്കരഞ്ഞ 2020 സ്ഥാനാർത്ഥി. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ലെന്ന കാരണത്താൽ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാതെ കളക്ടർ.
തൃശൂർ പുത്തൻചിറ 11-ാം വാർഡിലെ 2020 സ്ഥാനാർത്ഥിയായ വിജയലക്ഷ്മിയുടെ നാമനിർദ്ദേശ പത്രികയാണ് കളക്ടർ സ്വീകരിക്കാതിരുന്നത്. 14-ാം വാർഡിൽ വിജയലക്ഷ്മിക്ക് വോട്ടുണ്ടായിരുന്നില്ല. ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയിരുന്നു. എന്നാൽ കൃത്യസമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തത് തിരിച്ചടിയാവുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിക്കാതെ വന്നതോടെയാണ് വിജയലക്ഷ്മി പൊട്ടിക്കരഞ്ഞത്. പഞ്ചായത്ത് സെക്രട്ടറി അടക്കം LDF-ന് വേണ്ടി ഒത്തുകളിച്ചെന്ന് വിജയലക്ഷ്മി ആരോപിച്ചു.